Today we are going to discuss a new topic, statistical thermodynamics. Statistical thermodynamics is the theory that relates the properties of the microscopic and macroscopic systems. ഫോർ എക്സാമ്പിൾ മൈക്രോസ്കോപ്പിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാറ്റത്തിൻ്റെ ഒരു മോളിക്യൂളിൻ്റെ അതിലെ എനർജി അങ്ങനെയൊക്കെ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് ഫസ്റ്റ് ഇയർ പഠിച്ചപ്പം എനർജി അതൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ലെവൽസിൻ്റെ. അപ്പോൾ ഈ റൊട്ടേഷണൽ ലെവൽസിൻ്റെ വൈബ്രേഷൻ ലെവൽസിൻ്റെ അതിൻ്റെയൊക്കെ എനർജീസ് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് ഫസ്റ്റ് ഇയർ പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ എനർജി ഓഫ് എ പർട്ടിക്കുലർ മോളിക്യൂളിൻ്റെ പർട്ടിക്കുലർ ലെവൽ അതാണ് നമ്മൾ പഠിച്ചത്. ഇനി അതിനെ നമ്മൾ മാക്രോസ്കോപ്പിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ കുറേ മോളിക്യൂൾസ് കൂടിയ ഒരു സിസ്റ്റവുമായിട്ട് റിലേറ്റ് ചെയ്യുക രണ്ടും തമ്മിൽ. ചെറിയൊരു മോളിക്യൂളിൻ്റെ കേസ് പറഞ്ഞിട്ട് വലിയ ഒരു സിസ്റ്റത്തിൻ്റെ തന്നെ രണ്ടും തമ്മിലൊരു കണക്ഷൻ, ആ കണക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറിയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സ്. അപ്പോൾ ഇവിടെ മേലെ എഴുതിയിരിക്കുന്നതാണ് കണക്ഷൻ ബിറ്റ്വീൻ ദ മാക്രോസ്കോപ്പിക് ഫിസിക്കോ-കെമിക്കൽ ക്വാണ്ടിറ്റീസ് ഇൻ ക്ലാസിക്കൽ തെർമോഡൈനാമിക്സ്. അപ്പോൾ തെർമോഡൈനാമിക്സിൽ എപ്പോഴും നമ്മൾ സിസ്റ്റം, എൻവയോൺമെൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ ബൾക്കായിട്ടുള്ള സംഭവങ്ങളാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ തെർമോഡൈനാമിക്സും ആൻഡ് ദ മൈക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് മാറ്റർ, മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള മാറ്ററിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനും, ഇത് രണ്ടും തമ്മിൽ കണക്ഷൻ ചെയ്യുന്ന ഒരു ബ്രാഞ്ചാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സ്. അത് തന്നെയാണ് ഇവിടെ ഡിഫറെൻറ്റ് ഫോംസിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ദ സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സ് ഫോംസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ക്വാണ്ടം മെക്കാനിക്സ് ആൻഡ് തെർമോഡൈനാമിക്സ്. ആൻഡ് ദ ലാസ്റ്റ് സെൻറ്റൻസ്, it is concerned with the investigation of a wide variety of phenomena involving microscopic systems consisting of isolated atoms and molecules on one hand, and macroscopic system consists of a very large collection of atoms or molecules on the other hand. Next, what we are going to study is the probability. പ്രോബബിലിറ്റിക്ക് നമ്മൾ ശരിക്കും ഒരു ഉദാഹരണം പറയുകയെന്ന് വെച്ചാൽ, നമ്മൾ കോയിൻ ടോസ് ചെയ്ത് നോക്കുമ്പം ഹെഡ് വരാൻ എത്ര ശതമാനം പ്രോബബിലിറ്റി ഉണ്ട്, ടെയിൽ വരാൻ എത്ര ശതമാനം പ്രോബബിലിറ്റി ഉണ്ട്, അതാണ് ഈ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു ഇക്വേഷനൊക്കെ ഉണ്ട്. പ്രോബബിലിറ്റി എ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഔട്ട്കംസ് ഫേവറബിൾ ടു എ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ്. അതിനെ നമുക്ക് m/n എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, in the experiment of tossing coin, there are only two equally likely outcomes, namely head or tail. So the probability of head is equal to 1/2 and that of tail is equal to 1/2. അപ്പോൾ ജസ്റ്റ് ഇത് പ്രോബബിലിറ്റി എന്താണെന്ന് പറയാനായിട്ട് ഇവർ പറഞ്ഞു എന്ന് മാത്രം. അതായത് ഒരു പർട്ടിക്കുലർ ഇവൻ്റ് എത്ര പ്രാവശ്യം സംഭവിക്കാനുള്ള ഒരു സാധ്യത, അതാണ് പ്രോബബിലിറ്റി. നമ്മളിനി അടുത്തത് പഠിക്കുന്നത്, ഇതൊക്കെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ, കുറച്ച് ടേംസ് പറഞ്ഞു തരുന്നതാണ് നിങ്ങൾക്ക്. മൈക്രോ സ്റ്റേറ്റ് ആൻഡ് മോസ്റ്റ് പ്രോബബിൾ ഡിസ്ട്രിബ്യൂഷൻ. അതായത് മൈക്രോ സ്റ്റേറ്റ് എന്താണ് എന്നാണ് ഇവരിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് ഗീവ്സ് എക്സ്പ്രഷൻസ് ഫോർ ദ വേരിയസ് എനർജീസ് ഓഫ് മോളിക്യൂൾസ്. ഫോർ എക്സാമ്പിൾ, റൊട്ടേഷണൽ എനർജി ഓഫ് എ ഡയറ്റമിക് മോളിക്യൂൾ ഈസ് ഗിവൺ ബൈ. ഇത് നിങ്ങൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ടാവണം. പഠിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ അത് ബൈ ഹാർട്ട് പഠിക്കുക. ഇതിൻ്റെ ഡെറിവേഷനൊക്കെ നിങ്ങൾക്ക് അടുത്ത 5th 6th സെമ്മിൽ പഠിക്കാനുണ്ട്. റൊട്ടേഷണൽ എനർജി ലെവൽസിൻ്റെ എനർജി ഈ ജെ എന്ന് പറഞ്ഞാൽ റൊട്ടേഷണൽ ലെവൽസിനെ ഡിനോട്ട് ചെയ്യുന്നതാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു h/8π² ij × j+1, where j has values 0, 1, 2 and called rotational quantum number. I is the moment of inertia of the molecule. And like the same way, vibrational energy, മേലത്തെ റൊട്ടേഷണൽ എനർജി ആയിരുന്നു, അടുത്തത് വൈബ്രേഷണൽ എനർജി. EV is equal to h nu into v plus 1/2. അപ്പോൾ ആ ചെറിയ v എന്നാണ് ഞാൻ പറയുന്നത്, where v denotes the vibrational quantum number which has values 0, 1, 2. അപ്പോൾ ഇക്വേഷൻ ഒന്നുകൂടെ വായിക്കാം. EV is equal to h nu ബ്രാക്കറ്റിനകത്ത് v plus 1/2.
അതുപോലെ ട്രാൻസ്ലേഷണൽ എനർജിക്ക് ഇതിനൊക്കെ നമ്മൾ വൺ ഡയമെൻഷണൽ ബോക്സൊക്കെ ഫസ്റ്റ് ഇയർ പഠിച്ചതാണ്. അതിൽ നമ്മൾ എനർജിയുടെ വാല്യൂ ഇക്വേഷൻ ഡയറക്റ്റായിട്ട് ക്വാണ്ടം മെക്കാനിക്സ് വഴി കണ്ടുപിടിച്ചതാണ്. En is equal to n² h²/8ma². The above equations gives energies of the isolated molecules. ഒരു മോളിക്യൂളിൻ്റെ കേസ് എടുത്തിട്ടാണ് നമ്മളിതൊക്കെ കണ്ടുപിടിച്ചത്. ഓക്കെ. In the case of macroscopic system containing extremely large number of molecules, all the molecules in a given system do not have the same energy, but molecules are distributed among different energy levels. Okay. അതെന്താണെന്ന് കറക്റ്റായിട്ട് ഇപ്പോൾ പറഞ്ഞു തരാം. കൺസിഡർ എ സിസ്റ്റം ഓഫ് 2 vibrating diatomic molecules whose combined energy is fixed as 2h nu. അപ്പോൾ 2 മോളിക്യൂളുണ്ട്, അതിൻ്റെ എനർജി എന്ന് പറയുന്നത് 2h nu ആണെന്ന് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ആ h nu 2h nu എന്നുള്ളത് 0h nu 1h nu 2h nu അങ്ങനെ 3 ലെവൽസ് ആയിട്ട് അപ്പോൾ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇത് വൈബ്രേഷണൽ ലെവൽസ് ഉണ്ട്, റൊട്ടേഷണൽ ലെവൽസ് ഉണ്ട്. അപ്പോൾ വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു മോളിക്യൂള് എനർജി ആക്സെപ്റ്റ് ചെയ്ത് അടുത്ത ലെവലിലേക്ക് ജമ്പ് ചെയ്യും വൈബ്രേഷണൽ ലെവലിൽ. റൊട്ടേറ്റ് ചെയ്യുന്ന മോളിക്യൂളാണെങ്കിൽ റൊട്ടേഷണൽ ആ ഫ്രീക്വൻസിയും പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ ഫ്രീക്വൻസി സെയിം ആണെങ്കിൽ അത് അബ്സോർബ് ചെയ്തിട്ട് നെക്സ്റ്റ് റൊട്ടേഷൻ ലെവലിലേക്ക് ജമ്പ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്കത് വൈബ്രേഷണൽ എനർജിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വൈബ്രേഷണൽ ലെവൽസ് ആണത്. ഈ ലെവലിൻ്റെ 0h nu, ഇതിൻ്റെ എനർജി 1h nu, ഇതിൻ്റെ എനർജി 2h nu ആണ്. അപ്പോൾ ഈ 0h nu എന്ന് പറഞ്ഞാൽ അത് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഇവർ പറയുന്നത് 2 മോളിക്യൂളാണുള്ളത്. ആ 2 മോളിക്യൂളിൽ ആദ്യത്തെ കേസിൽ മൈക്രോസ്റ്റേറ്റ് 1 എന്ന് പേര് കൊടുത്തു. ബി എന്ന മോളിക്യൂൾ താഴെ ഇരിക്കും, എ എന്ന മോളിക്യൂൾ മേലേക്ക് പോകും. അതുപോലെ തന്നെ വേറൊരു ഡിസ്ട്രിബ്യൂഷനിൽ എ താഴെ ഇരിക്കും, ബി മോളിക്യൂൾ മേലേക്ക് പോകും. അപ്പോൾ ഈ 2 ഡിസ്ട്രിബ്യൂഷനിലും 0 ലെവലിൽ ഒരാളും 2h nuവിൽ ഒരാളുമാണ് ഇരിക്കുന്നത്, ഓരോരുത്തർ വീതം. ഓക്കെ. അപ്പോൾ ഇത് രണ്ടും ഒരേപോലെ ഇരിക്കുന്ന കാരണം നമ്മൾ മൈക്രോസ്റ്റേറ്റ് 1 മൈക്രോസ്റ്റേറ്റ് 2 രണ്ടിനെയും കൂടി 1 എന്ന നമ്പർ കൊടുത്തു. ഡിസ്ട്രിബ്യൂഷൻസ് 1. അടുത്ത ഡിസ്ട്രിബ്യൂഷൻ മൈക്രോസ്റ്റേറ്റ് 3 ആണ്. അത് എ ബി രണ്ടും കൂടെ ഒരുമിച്ച് 1h nuവിലാണ് ഇരിക്കുന്നത് അല്ലേ. 1h nu എനർജിയിൽ ഇരിക്കുന്നു രണ്ടും കൂടെ. കാരണം ഇതിൻ്റെ എനർജി കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ 2h nu പാടുള്ളൂ. അപ്പോൾ എ ബി ഒരു ലെവലിലായി നമുക്ക് എന്തായി 1h nu 1 + 1 2. അതുപോലെ ഇവിടെയാണെങ്കിൽ അത് 0 ഇത് 2, അപ്പോൾ ടോട്ടൽ 2 ആണ്. ഇതും 0 ഇത് 2. ഇതാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇതിൽ നമുക്ക് എത്ര മൈക്രോസ്റ്റേറ്റ് ഉണ്ട്? മൈക്രോസ്റ്റേറ്റ് 1 മൈക്രോസ്റ്റേറ്റ് 2 മൈക്രോസ്റ്റേറ്റ് 3. ഡിസ്ട്രിബ്യൂഷൻസ് ആണെങ്കിൽ ഒരു ടൈപ്പ് 2 ടൈപ്പ്. ക്ലിയർ ആയി വിചാരിക്കുന്നു. ഈ 0 1h nu 2h nu എന്നുള്ളത് അവർ തന്നിരിക്കുന്നതാണ്. 2 മോളിക്യൂൾസിൻ്റെ ടോട്ടൽ എനർജി 2h nu ആണ്. അപ്പോൾ നമ്മളതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എഴുതി വെച്ചിരിക്കുന്നു. ഇനി അടുത്തത് നമ്മൾ ഇഫ് വി കൺസിഡർ എ സിസ്റ്റം ഓഫ് 3 vibrating diatomic molecules with a total energy 3h nu. 3h nu ആകുമ്പോൾ we can find 10 microstates which can be grouped into 3 distribution. 10 മൈക്രോസ്റ്റേറ്റും 3 ഡിസ്ട്രിബ്യൂഷനും വേണം. 3h nu ആണ് ടോട്ടൽ എനർജി. 3 മോളിക്യൂൾസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഇവിടെ നോക്കാം. ആദ്യം നമ്മൾ എനർജി എഴുതി 0h nu 1h nu 2h nu 3h nu. ഇനി ഇതിൽ ഫസ്റ്റ് അറേഞ്ച്മെൻറ്റ് 2 എണ്ണം 0ൽ 1 എണ്ണം 3. അപ്പോൾ ടോട്ടൽ എടുക്കുമ്പോൾ 3h nu തന്നെ വന്നു. എനർജി ടോട്ടൽ 3h nu. ഇതിന് രണ്ടിനും 0 അല്ലേ, ഇതിന് 3. അപ്പോൾ എത്ര വന്നു? ടോട്ടൽ 3h nu എന്ന് വന്നു. അടുത്ത സെറ്റപ്പിൽ സി എ ബി, അപ്പോഴും ടോട്ടൽ എനർജി 3. അടുത്തത് എ ബി സി, അതും ടോട്ടൽ എനർജി 3. ഇവിടെ 3 മൈക്രോസ്റ്റേറ്റ്സ് പോസിബിൾ ആണ് ഒരു പർട്ടിക്കുലർ ഡിസ്ട്രിബ്യൂഷനിൽ. ഇപ്പോൾ 1 ഡിസ്ട്രിബ്യൂഷൻ 1. ഓക്കെ. അടുത്ത ടൈപ്പ് ഡിസ്ട്രിബ്യൂഷനിൽ 3ലും ഓരോന്നിരിക്കുക. അപ്പോൾ എനർജി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ 1 ഇവിടെ 2, അപ്പോൾ ടോട്ടൽ 3 ആയി. അപ്പോൾ കറക്റ്റാണ്, ഡിസ്ട്രിബ്യൂഷൻ കറക്റ്റാണ്. അതുപോലെ എത്ര എണ്ണം ഉണ്ട്? അതുപോലെ 1 2 3 1 2 3 4 5 5 എണ്ണം ഉണ്ട്. അപ്പോൾ സെക്കൻഡ് ടൈപ്പ് ഡിസ്ട്രിബ്യൂഷനിൽ 5 മൈക്രോസ്റ്റേറ്റ് വന്നു. ഇനി അടുത്ത ടൈപ്പ് ഏതാ? എ ബി സി. ഇതും അതിൽ വിടും. 1 2 3 4 5 6.
അടുത്തത് ABC ആണ്. ABC ടൈപ്പ് ഒരു ഡിസ്ട്രിബ്യൂഷനുള്ള 1H ന്യൂല് 3 എണ്ണം കൂടി ഇരിക്കുക. 1H ന്യൂല്. അപ്പോൾ 1+1+1 ടോട്ടൽ 3H ന്യൂ ആയി. എനർജി കറക്റ്റാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പോസിബിൾ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ. നമുക്ക് ചെറിയ നമ്പറായ കാരണം അങ്ങനെ എഴുതി നോക്കാം. വലിയ നമ്പർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പർട്ടിക്കുലർ ഫോർമുല നമ്മൾ കണ്ടുപിടിക്കണം ഈ ചെറിയ ലെവലുകൾ വെച്ച്. അപ്പോൾ the number of microstates in each distribution is called statistical weight of distribution W or thermodynamic probability. അപ്പോൾ ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്കൽ വെയിറ്റ് എന്ന് കാണുന്നില്ല. അത് ഈസ് കോൾഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ വെയിറ്റ്. ഇതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ വെയിറ്റ്. Statistical weight of distribution W or thermodynamic probability. In general, W is given by n factorial divided by n0 factorial, n1 factorial, n2 factorial. അപ്പോൾ നമുക്ക് ഇതൊരു എക്സാമ്പിൾ തന്നേക്കുന്നത് നോക്കിയാൽ മനസ്സിലാവും. n is the total number of molecules. n0, n1, n2 are the number of molecules in the energy 0H nu, 1H nu, 2H nu. അപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഇവർ കൊടുത്തിരിക്കുന്നത് W1 ഫസ്റ്റ് ഡിസ്ട്രിബ്യൂഷനിൽ ടോട്ടൽ 3 ഫാക്ടോറിയൽ ഉണ്ട്. പിന്നെ 2 ഫാക്ടോറിയൽ, ഇവിടെ 2 ഫാക്ടോറിയൽ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം 0H ന്യൂല് 2 ആൾക്കാർ ഇരിക്കുന്നുണ്ട്. നോക്കാട്ടോ, 0H ന്യൂല് 2 പേരിരിക്കുന്നുണ്ട് അല്ലേ? ഈ ഡിസ്ട്രിബ്യൂഷനിൽ 2 ഫാക്ടോറിയൽ, പിന്നെ അടുത്തത് 1 ഫാക്ടോറിയൽ. 2 ഫാക്ടോറിയൽ, 1 ഫാക്ടോറിയൽ. അപ്പോൾ W ഈസ് ഈക്വൽ ടു W1. ഒന്നാമത്തെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്? ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് 3 ഡിവൈഡഡ് ബൈ n0, നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ 0 എനർജി 2 ഫാക്ടോറിയൽ, നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ ഫസ്റ്റ് എനർജി ദാറ്റ് ഈസ് 1 ഫാക്ടോറിയൽ. അപ്പോൾ ഇവിടെ എന്താ ഉത്തരം വന്നു? ടോട്ടൽ 3. അപ്പോൾ ഫസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ, അതായത് W1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ, അതിൽ എത്ര മൈക്രോസ്റ്റേറ്റ് പോസിബിൾ ആണ്? 3 മൈക്രോസ്റ്റേറ്റ് പോസിബിൾ ആണ്. അത് ശരിയാണോ നോക്കിയേ? ഫസ്റ്റ് ഡിസ്ട്രിബ്യൂഷനിൽ 1, 2, 3 മൈക്രോസ്റ്റേറ്റ്സ് പോസിബിൾ ആണ്. ഓക്കെ, അടുത്തത് statistical probability and thermodynamic probability. Statistical probability of a given distribution of molecules among the energy levels is defined as the ratio of the number of ways of realizing the particular distribution to the total number of possible arrangements. It is always less than 1. Thermodynamic probability of a given distribution of molecules, അതാണ് നമ്മളിവിടെ W, thermodynamic probability. Thermodynamic probability of a given distribution is defined as the number of ways of realizing the distribution of the molecules among the energy levels of the system. In other words, it is defined as the number of microstates in the given distribution. W എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. അത് മാത്രം അവിടെ പഠിക്കുക. നെക്സ്റ്റ്, റിലേഷൻ ബിറ്റ്വീൻ എൻട്രോപ്പി ആൻഡ് തെർമോഡൈനാമിക് പ്രോബബിലിറ്റി. ഓക്കെ, അപ്പം എൻട്രോപ്പി ഇസ് ദ മെഷർ ഓഫ് ഡിസോർഡർ ഓഫ് ദ സിസ്റ്റം, ഈസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ ആൻഡ് ഇസ് എൻ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. Thus, then next sentence, the larger the randomness, larger number of microstates is possible. Okay, അപ്പോൾ S is equal to, S is a function of W. W is the number of microstates and S is the entropy. Number of microstates is same as the probability. That is why it is written as probability. Okay. So entropy is a function of probability. Now let us consider a system of two systems A and B. Let the entropy of the two systems SA and SB. Then the SA is equal to F WA, SB is equal to F of WB. After the combined system, consider the combined system A and B. So we will get S total is equal to S
S total is equal to SA plus SB, that is equal to F function of WA plus function of WB. Okay. By the concept of probability, the total probability of a mixed system is given by the product of the individual probabilities of the system. അതുകൊണ്ട് you can say that W total is equal to WA into WB. S total is equal to F of W total. W total എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞത് മുകളിൽ WA WB. അപ്പോൾ ഇവിടെ W totalന് പകരം WA WB എന്ന് എഴുതാം. ഓക്കെ. അത് കഴിഞ്ഞാൽ ബൈ കമ്പൈനിങ് ദ എബവ് ഇക്വേഷൻസ്, ഏതൊക്കെ ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഈ രണ്ട് ഇക്വേഷൻസും കമ്പൈൻ ചെയ്യുക. ഏത് ഈ എഫ് ഓഫ് ഇനി ഇവിടെ വരുന്നുണ്ട്, ഈ രണ്ടെണ്ണം കമ്പൈൻ ചെയ്യുക. ഇതും ഇതും ഇത് രണ്ടും രണ്ടിൻ്റെ ഇപ്പുറത്തെ എസ് ടോട്ടലാണ് ഉണ്ടോ. അപ്പം നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡ് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്തു. എഫ് ഓഫ് WA WB is equal to F of WA plus F of WB. Okay. This sort of relationship can be true only if the function f stands for logarithm. ലോഗരിതം ആണെങ്കിൽ മാത്രമാണ് ഈ WA WB എന്ന് പറഞ്ഞാൽ WA plus WB എന്ന് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇതൊരു ലോഗരിതമിക് ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്തു, S is equal to F of W, S is equal to ln W. or more correctly അതിൽ കോൺസ്റ്റൻ്റ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് K ln W plus C, where K and C are constants. Recalling the third law of thermodynamics, that for a perfect crystal at 0 Kelvin the entropy is 0, and for a system of perfect order the probability is 1. We can write that 0 is equal to K ln 1 plus C. K ln 1 എന്ന് പറഞ്ഞാൽ 0 ആണ്, 0 plus C, C is equal to 0. Therefore S is equal to K ln W. K in this equation has been derived to be Boltzmann constant. K എന്ന് പറഞ്ഞാൽ ബോൾസ്മാൻ കോൺസ്റ്റൻ്റ് ആണ്, R divided by NA. ഓക്കെ. അപ്പോൾ ഈ ഡെറിവേഷനാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിന് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഇത് റിലേഷൻ ബിറ്റ്വീൻ എൻട്രോപ്പി ആൻഡ് തെർമോഡൈനാമിക് പ്രോബബിലിറ്റി. അപ്പോൾ ഇതൊരു 6 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നെക്സ്റ്റ് ഈ സ്റ്റിർലിംഗ്സ് അപ്രോക്സിമേഷൻ. നമുക്കിനി ഒരു ഡെറിവേഷനും കൂടി ഉണ്ട്. അതിന് വേണ്ടി നമുക്ക് ഇതിൻ്റെ അപ്രോക്സിമേഷൻ എങ്ങനെയാണ് ഇത് വരുന്നതെന്നും കൂടെ ഒന്ന് പഠിക്കാനുണ്ട്. അപ്പം ജസ്റ്റ് n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ n(n-1) അത് നമുക്കറിയാം. ln n ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു ln n പ്ലസ് ഇതൊക്കെ നമുക്കറിയാം. ലാസ്റ്റ് ഇത് മാത്രമാണ് നമ്മളിതിനകത്ത് മനസ്സിലാക്കേണ്ടത്. ln n ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു n ln n മൈനസ് n, സിൻസ് n ഈസ് വെരി ലാർജ്. അപ്പോൾ n വളരെ വലിയ എമൗണ്ട് വരികയാണെങ്കിൽ ഉപയോഗിക്കേണ്ട ഒരു അപ്രോക്സിമേഷനാണ് സ്റ്റെർലിംഗ്സ് അപ്രോക്സിമേഷൻ. അതായത് നമ്പർ ഓഫ് മോളിക്യൂൾസ് വളരെ കൂടുതലാണെങ്കിൽ ഉപയോഗിക്കേണ്ട അപ്രോക്സിമേഷനാണ് സ്റ്റെർലിംഗ്സ് അപ്രോക്സിമേഷൻ. ln n ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു n ln n മൈനസ് n. അപ്പോൾ സ്റ്റെർലിംഗ്സ് അപ്രോക്സിമേഷൻ എഴുതാനായിട്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരും. ഈ ലാസ്റ്റ് ഇക്വേഷൻ മാത്രം പഠിച്ച് എഴുതി വയ്ക്കുക. നെക്സ്റ്റ് ഈസ് റെസിഡ്യുവൽ എൻട്രോപ്പി. റെസിഡ്യുവൽ എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ കണ്ടോ, സിഒന് തേർഡ് ലോ ഓഫ് എൻട്രോപ്പി വെച്ചിട്ട് 193 ഉണ്ട്. സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് കണക്ക് കൂട്ടുമ്പം 197 ഉണ്ട്. ദ എൻട്രോപ്പി ദാറ്റ് എ ക്രിസ്റ്റൽ ഓഫ് എ സബ്സ്റ്റൻസ് ഹാസ് അറ്റ് 0 കെൽവിൻ, ഒരു അനക്കവും ഇല്ല, 0 കെൽവിനിലുണ്ടാകുന്ന എൻട്രോപ്പി റെസിഡ്യുവൽ എൻട്രോപ്പി എന്ന് നമ്മൾ പറയും. അതിന് എക്സാമ്പിളായിട്ടാണ് ഇതിവിടെ പറഞ്ഞിരിക്കുന്നത്. സിഒന് തേർഡ് ലോ ഓഫ് എൻട്രോപ്പി വഴി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 193 ഉണ്ട്. സ്റ്റാറ്റിസ്റ്റിക്കൽ എൻട്രോപ്പി 197 ഉണ്ട്. അപ്പോൾ ബാലൻസ് എവിടെ നിന്ന് വന്നു? അപ്പോൾ ആ ബാലൻസ് 0 കെൽവിനിലായാലും ക്രിസ്റ്റലിൽ തന്നെ ഉള്ളതാണ്. സോ ദാറ്റ് ഈസ് നോൺ ആസ് റെസിഡ്യുവൽ എൻട്രോപ്പി. കാൽക്കുലേഷൻ ഓഫ് റെസിഡ്യുവൽ എൻട്രോപ്പിയുടെ ഒരു പ്രോബ്ലം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ദാറ്റ്സ് ദ എൻഡ് ഓഫ് പാർട്ട് 1 ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സ്.